ആർക്കുമുന്നിലും തലകുനിക്കാൻ ഇറാനെ അനുവദിക്കില്ല എന്ന നിർബന്ധ ബുദ്ധിക്ക് അടിമയായിരുന്നു മജീദ് ഖാദിമി. വിദേശ ശക്തികളുടെ ചാരപ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്, അവരുടെ അട്ടിമറി നീക്കങ്ങൾ എന്തൊക്കെയാണ് എന്ന് മനസ്സിലാക്കി അതിനെ പ്രതിരോധിക്കുക എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ പ്രധാന ചുമതല. അത്തരത്തിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ ചാരമാകുമ്പോൾ ഇനി എന്ത് എന്ന ചോദ്യം ഇറാന് മുന്നിലുണ്ട്. സാമ്രാജ്യത്വ ശക്തികളുടെയും ശത്രു രാജ്യങ്ങളുടെയും നിരന്തരമായ കടന്നാക്രമണങ്ങളെ എപ്പോഴും ചങ്കുറപ്പോടെ നേരിടുന്ന ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് ഇന്റലിജൻസ് വിഭാഗം തലവൻ ബ്രിഗേഡിയർ ജനറൽ മജീദ് ഖാദിമിയാണ് രക്തസാക്ഷിത്വം വരിച്ചിരിക്കുന്നത്. ഏപ്രിൽ 5 പുലർച്ചെയാണ് ഒരു വ്യോമാക്രമണമുണ്ടായ. ആ വ്യോമാക്രമണത്തിലാണ് അദ്ദേഹം കൊല്ലപ്പെട്ടത് എന്ന് ഔദ്യോഗിക വാർത്താ ഏജൻസി സ്ഥിരീകരിച്ചിട്ടുണ്ട്. സ്വന്തം രാജ്യമായ ഇറാന്റെ പരമാധികാരവും സുരക്ഷയും കാത്തു സൂക്ഷിക്കുന്നതിനിടയിൽ ജീവൻ ബലി നൽകേണ്ടി വന്ന ഒരു പോരാളിയായിട്ടാണ് ഇദ്ദേഹത്തെ ഇറാൻ ഇപ്പോൾ വിശേഷിപ്പിക്കുന്നത്. ഇറാന്റെ പ്രതിരോധ ചരിത്രത്തിലെ ഉജ്ജ്വലമായ ഒരു അധ്യായം തന്നെയാണ് അദ്ദേഹം. ഇറാന്റെ സൈനിക വ്യൂഹത്തിലെ അധികായനായിരുന്നു മജീദ് ഖാദിമി. കേവലം ഒരു സൈനിക ഉദ്യോഗസ്ഥനല്ല, അക്കാദമിക് മികവും പ്രവർത്തന പരിചയവും ഒത്തിണങ്ങിയ അപൂർവം ചിലരിൽ ഒരാളായിരുന്നു അദ്ദേഹം. നാഷണൽ സെക്യൂരിറ്റിയിലും സ്ട്രാറ്റജിക് ഡിഫൻസ് സയൻസിലും ഇരട്ട PhD ബിരുദങ്ങൾ കരസ്ഥമാക്കിയ വ്യക്തി. ഇറാന്റെ സുരക്ഷാ തന്ത്രങ്ങൾ രൂപപ്പെടുത്തുന്നതിൽ നിർണായക പങ്കുള്ള വ്യക്തി. ബുദ്ധിശക്തിയും പോരാട്ടവീര്യവും ഒരേപോലെ ഒത്തുചേർന്ന ഖാദിമിയുടെ വളർച്ച IRGCയിൽ വളരെ വേഗത്തിലായിരുന്നു. രാജ്യത്തിന്റെ ആഭ്യന്തര സുരക്ഷ, ചാരപ്രവർത്തികൾക്കെതിരെയുള്ള പ്രതിരോധം, ഇതൊക്കെ ശക്തമാക്കുന്നതിലായിരുന്നു ഖാദിമി കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നത്. 2014 മുതൽ തന്നെ ഇറാന്റെ ഇന്റലിജൻസ് വിഭാഗത്തിലെ വളർന്നു വരുന്ന ഒരു നക്ഷത്രമായിട്ടാണ് അദ്ദേഹത്തെ കരുതപ്പെട്ടത്. പ്രതിരോധ മന്ത്രാലയത്തിന് കീഴിലുള്ള പ്രത്യേക ഇന്റലിജൻസ് യൂണിറ്റിനെ നയിച്ച ഖാദിമി ശത്രുക്കളുടെ ഗൂഢനീക്കങ്ങളെ മുൻകൂട്ടി തിരിച്ചറിയുന്നതിലും അവ പരാജയപ്പെടുത്തുന്നതിലും അസാമാന്യമായ പാടവം പ്രകടിപ്പിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഇറാനേറ്റ ഒരു വലിയ തിരിച്ചടി തന്നെയാണ് ഖാദിമിയുടെ വിയോഗം. 2022 മുതൽ 2025 വരെയുള്ള കാലയളവിൽ IRGCയുടെ ഇന്റലിജൻസ് പ്രൊട്ടക്ഷൻ ഓർഗനൈസേഷന്റെ തലവനായ ഖാദിമി സേവനമനുഷ്ഠിച്ചു. വിദേശ ശക്തികളുടെ ചാരപ്രവർത്തനങ്ങളെയും അട്ടിമറി നീക്കങ്ങളെയും പ്രതിരോധിക്കുക എന്ന വളരെ പ്രസക്തമായ ചുമതലയാണ് അദ്ദേഹം വിജയകരമായി നിർവഹിച്ചത്. IRGCക്കുള്ളിലെ സുരക്ഷാ കവചമായി പ്രവർത്തിച്ച അദ്ദേഹം ഇറാൻ സൈന്യത്തിന്റെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ചു. അങ്ങേയറ്റം സങ്കീർണമായ ഒരു സാഹചര്യത്തിലാണ് ഖാദിമി IRGC ഇന്റലിജൻസ് ഓർഗനൈസേഷന്റെ നേതൃത്വത്തിലേക്ക് ഉയർത്തപ്പെട്ടത്. മുൻഗാമി മുഹമ്മദ് കാസമി ഇസ്രയേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതിനെ തുടർന്ന് 2025 ജൂൺ 19 അദ്ദേഹം ഈ പദവി ഏറ്റെടുത്തത്. വെല്ലുവിളികൾ നിറഞ്ഞ ആ സമയത്ത് ഇറാന്റെ ഇന്റലിജൻസ് വിഭാഗത്തെ നവീകരിക്കാനും ശത്രുക്കളുടെ കണ്ണുവെട്ടിച്ച് സുരക്ഷ ഉറപ്പാക്കാനുള്ള ശ്രമങ്ങളിലുമായിരുന്നു അദ്ദേഹം. ഇറാൻ ഒരിക്കലും ഒരു അധിനിവേശ രാജ്യമാകില്ലെന്നും എന്നാൽ തങ്ങൾക്കെതിരെയുള്ള ഭീഷണികളെ ഫലപ്രദമായി നേരിടുമെന്നും ഖാദിമി എപ്പോഴും വ്യക്തമാക്കുമായിരുന്നു. സമാധാനകാംക്ഷിയായ ഒരു സൈനികൻ എന്ന നിലയിൽ അദ്ദേഹം മുന്നോട്ട് വെച്ച തന്ത്രങ്ങൾ ഇറാന്റെ പ്രതിരോധ മേഖലയ്ക്ക് വലിയ കരുത്താണ് നൽകിയത്. ഈ നിഴൽ യുദ്ധത്തിൽ രാജ്യത്തിന്റെ അന്തസ് ഉയർത്തിപ്പിടിക്കാൻ അദ്ദേഹം നടത്തിയ പോരാട്ടം സ്തുത്യർഹമാണ്. കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി ഇറാന്റെ കരുത്തരായ ഒട്ടേറെ നേതാക്കളെയാണ് രാജ്യത്തിന് നഷ്ടമായത്. ഫെബ്രുവരി 28 പരമോന്നത നേതാവ് അലി ഖമേനിയും IRGC കമാൻഡർ ചീഫ് മുഹമ്മദ് പാക്പൂരും അടക്കമുള്ള പ്രമുഖർ വിടവാങ്ങിയത് രാജ്യത്തിന് വലിയ ആഘാതമായിരുന്നു. എന്നാൽ ഈ നഷ്ടങ്ങളൊന്നും ഇറാന്റെ പോരാട്ട വീര്യത്തെ തളർത്തിയിട്ടില്ല. ഓരോ നേതാവിന്റെയും രക്തസാക്ഷിത്വം ഇറാൻ ജനതയെയും സൈന്യത്തെയും കൂടുതൽ ഐക്യപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ഖാദിമിയെ പോലൊരു സാങ്കേതിക തികവുള്ള നേതാവിനെ നഷ്ടപ്പെട്ടത് വലിയൊരു കുറവ് തന്നെയാണ്. പക്ഷേ അദ്ദേഹം പകർന്നു നൽകിയ പ്രതിരോധ പാഠങ്ങൾ ഉൾക്കൊണ്ട് പുതിയ പോരാളികൾ ഇനിയും ഉയർന്നു വരുമെന്ന് തന്നെയാണ് ഇറാൻ പറയുന്നത്. ഇറാന്റെ ആഭ്യന്തര ചലനാത്മകതയെക്കുറിച്ച് ആഴത്തിലുള്ള ധാരണയുള്ള നേതാവായിരുന്നു ഖാദിമി. ശത്രുക്കൾ നടത്തുന്ന ഇത്തരം ഭീരുത്വപരമായ നീക്കങ്ങൾ ഇറാന്റെ നട്ടെല്ല് ഒടിക്കാനല്ല, മറിച്ച് അവരുടെ നിശ്ചയദാർഢ്യം വർദ്ധിപ്പിക്കാനാണ് സഹായിക്കുന്നത് എന്ന വിശ്വാസം ഇറാനുണ്ട്. ഓരോ തവണയും കരുത്തരായ നേതാക്കൾ വീഴുമ്പോൾ അതിനേക്കാൾ കരുത്തോടെ തിരിച്ചു വരാനുള്ള ഇറാന്റെ ശേഷി ലോകം പലതവണ കണ്ടിട്ടുണ്ട്. ഖാദിമിയുടെ വിയോഗം ഇറാനെ കൂടുതൽ ജാഗ്രതയിലേക്ക് നയിക്കുകയാണ്. അതേസമയം അമേരിക്കയുടെ ഇസ്രയേലി ഭീഷണികൾക്ക് മുന്നിൽ തലകുനിക്കാത്തൊരു ജനതയുടെ പോരാട്ട വീര്യത്തിന്റെ പ്രതീകമാണ് മജീദ് ഖാദിമി. അദ്ദേഹത്തിന്റെ രക്തസാക്ഷിത്വം ഇറാന്റെ വിപ്ലവ വീര്യത്തെ ജ്വലിപ്പിച്ച് നിർത്തും എന്ന് ഇറാൻ അവകാശപ്പെടുന്നു. സ്വന്തം മണ്ണും പരമാധികാരവും സംരക്ഷിക്കാൻ ജീവൻ നൽകിയ ഈ ധീരനായകൻ വരും തലമുറകൾക്ക് എന്നും ഒരു ആവേശമായിരിക്കും. ഭയമില്ലാത്ത കരുത്തുള്ള ഒരു ഇറാന് വേണ്ടിയാണ് അദ്ദേഹം പോരാടിയത്. അദ്ദേഹം ഇല്ലെങ്കിലും ആ പോരാട്ടം ഇറാൻ തുടരുക തന്നെ ചെയ്യും എന്നാണ് ഇറാൻ ഇപ്പോൾ അവകാശപ്പെടുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.